നടക്കാം ശരീരമറിഞ്ഞ്. ഗുണങ്ങൾ പലതുണ്ട്. ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്പനേരം നടക്കുക എന്നത്. ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും തുടർന്ന് നിലനിർത്തിക്കൊണ്ടുപോകാനും നടക്കുന്നതുകൊണ്ട് സാധിക്കും. നാം ഒന്ന് മനസ്സുവെച്ചാൽ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താം. നടക്കുന്നതുകൊണ്ടുള്ള ഏതാനും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമിതവണ്ണം കുറയ്ക്കാൻ നടപ്പ് പോലെ നല്ല വ്യായാമം വേറെയില്ല. ദിവസം വെറും 20 മിനിറ്റ് നടന്നാൽ തന്നെ ബലം കാണാം. 30 മിനിറ്റ് നടന്നാൽ 150 കലോറി വരെ ഇല്ലാതാകും. പ്രമേഹത്തിനുള്ള ഉത്തമ പരിഹാരമാർഗമാണ് നടത്തം. ഉച്ചഭക്ഷണത്തിന് ശേഷം 15 മിനിറ്റ് നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. ഹൃദയത്തിനുള്ള നല്ല മരുന്നാണ് നടപ്പ്. ഓട്ടം നല്ലതാണെങ്കിലും ഹൃദയാരോഗ്യം നോക്കുകയാണെങ്കിൽ നടപ്പ് തന്നെയാണ് നല്ലത്. എല്ലാ ശരീരപ്രകൃതിയുള്ളവർക്കും ഇണങ്ങിയ വ്യായാമമാണ് നടപ്പ്. ഗർഭിണികൾക്കും അമിതവണ്ണമുള്ളവർക്കും സന്ധിവീക്കമുള്ളവർക്കുമെല്ലാം നടത്തം നല്ലതാണ്. വേദന കുറയ്ക്കാനും നടത്തം നല്ലതാണെന്ന് ഡോക്ടർമാരും സമ്മതിക്കുന്നു. മനസ്സിന്റെ സന്തുലനത്തിന് ഏറ്റവും നല്ല വ്യായാമമാണ് നടക്കുക എന്നത്. വിഷാദം ഇല്ലാതാക്കാനും ആശങ്ക കുറയ്ക്കാനും ഇതുപകരിക്കും. 35 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസം നടന്നാൽ മതിയാകും. നല്ല ഉറക്കം പ്രദാനം ചെയ്യാൻ നല്ല നടപ്പിന് കഴിയും. വെയിൽ കൊണ്ട് നടക്കുന്നത് ശരീരത്തിലെ മെലാട്ടോണിന്റെ അളവ് കൂട്ടും. ഇതുവഴി നല്ല ഉറക്കം ലഭിക്കും. യാതൊരു ചെലവുമില്ലാത്ത വ്യായാമ മാർഗമാണ് നടത്തം. ജിം അംഗത്വമോ പണച്ചെലവോ പ്രത്യേക വസ്ത്രങ്ങളോ നടക്കാൻ ആവശ്യമില്ല. നടക്കാൻ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. വേണ്ടത് ഒരു ജോഡി ഷൂസ് മാത്രം. കൊളസ്ട്രോളിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നു. LDL അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് HDL അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ലെവൽ ആക്കുകയും ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും മസിലുകളുടെ ബലം വർദ്ധിക്കാനും നടക്കുന്നത് നല്ലതാണ്. നടക്കുന്നതുകൊണ്ട് ചിലതരം ക്യാൻസറിനും ഇയർ ബാലൻസ് പ്രശ്നമുള്ളവർക്കും വളരെ ഗുണപ്രദമാണ്. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.